നമസ്കാരം. ലോകം കാത്തിരുന്ന ഭയന്നിരുന്ന ആ മുഹൂർത്തമൊടുവിൽ വന്നെത്തിയിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ആണവ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുദ്ധക്കൊതിയന്മാർ കളം നിറഞ്ഞാടുമ്പോൾ ശ്വാസമെടുക്കുന്ന നേരം മതി ഒരു പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഓരോ മനുഷ്യജീവനും പക്ഷിയും മൃഗവും പച്ചപ്പും ഉൾപ്പെടെ ലോകത്തിലുള്ള ജീവനുള്ള ഓരോന്നും കരിഞ്ഞു തീരാൻ. ആണവ ഭീഷണിയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകം വീണ്ടും ഒരു ആണവ ഭീഷണിയുടെ നിഴലിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യതകൾ ലോകത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. ഇറാനിലെ അരാഖ് ആണവ നിലയത്തിനു നേരെ ഇസ്രയേൽ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യോമാക്രമണം ഈ ഭീഷണിയെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറാഖ് ഷാഹിദ് ഖൊണ്ടാബ് ഹെവി വാട്ടർ കോംപ്ലക്സിനു നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രസ്താവിച്ചു. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ആണവ കേന്ദ്രത്തിൽ നിലവിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായമോ ഇല്ല എന്നാണ് ഇറാനിയൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ ജൂൺ മാസത്തിലും അറാഖിലെ പ്ലാന്റിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾക്കു നേരെ ഇസ്രയേൽ മുൻപും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ പ്ലൂട്ടോണിയം ഉൽപാദന ശേഷിയുള്ളതിനാൽ ആണവായുധ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ ഉയർത്തുന്ന ഒന്നായി പാശ്ചാത്യ രാജ്യങ്ങൾ നിരന്തരം ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ കാണുമ്പോഴും ഇത് മേഖലയിലെ സംഘർഷങ്ങളെ കൂടുതൽ കത്തിക്കുന്ന കാരണമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ ലോകം സമാധാനത്തിന്റെ വക്കിലല്ല, മറിച്ചൊരു വലിയ സംഘർഷത്തിന്റെ അതിരിൽ നിൽക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ ആണവായുധ ഭീഷണി വീണ്ടും തലപൊക്കുകയാണ്. വലിയ ശക്തികൾ തമ്മിലുള്ള ശക്തി പ്രകടനം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ലോകത്തിന്റെ ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്ന് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷം. ഒരു ഭാഗത്ത് ഇറാൻ തന്റെ ആണവ പദ്ധതികൾ സമാധാനപരമാണെന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും അതിനൊരു സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്നു. ഈ ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ആഗോള സുരക്ഷാ ഘടനയെ തന്നെ ബാധിക്കുന്നതാണ്. ഇറാനിലെ അരാഖ് ആണവ നിലയത്തെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾ വഴിവെച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ സൈനിക നീക്കമല്ല, മറിച്ച് ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആണവ സൗകര്യങ്ങളുടെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആശങ്ക ആണവായുധ ഉപയോഗത്തിന്റെ സാധ്യതയാണ്. ഒരിക്കൽ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങില്ല. പരിസ്ഥിതി നാശം, മനുഷ്യ ജീവിതങ്ങളുടെ നഷ്ടം, സാമ്പത്തിക തകർച്ച എന്നിവ ലോകമൊട്ടാകെ വ്യാപിക്കാനിടയുണ്ട്. ചരിത്രം നമ്മെ ഇതിനു മുൻപും ഇത്തരം ഭീഷണികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തി മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസവും ശക്തി പ്രകടനവും വീണ്ടും ആ പഴയ ഭീതികളെ ഉണർത്തുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് അനിശ്ചിതമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിൽ നിൽക്കുകയാണ്. ഈ സംഘർഷം നിയന്ത്രണാതീതമായി മാറിയാൽ അത് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ദുരന്തമായി മാറാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല.